ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹാപ്പി ക്രിസ്മസ് നാളെ പറയാല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഒരു അടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോൾ ടോക്ക് കേൾക്കുന്നവരൊക്കെ സമയത്ത് പള്ളിയിൽ പോകാനുള്ള തിരക്ക്, ചിലർക്ക് പിന്നെ പുൽക്കൂടിൻ്റെ ലാസ്റ്റ് ചില പരിപാടികൾ, ചില ആൾക്കാർ അടുക്കളയിൽ കിടന്ന് അല്ലേ. അപ്പം അങ്ങനത്തെ നാളത്തെ ഒരുക്കങ്ങൾ. ചേട്ടന്മാരെ, ആവശ്യമില്ലാത്ത യാത്രകളൊന്നും പോയേക്കരുത് കേട്ടോ. ക്രിസ്മസൊക്കെ നല്ല സ്വസ്ഥമായി വീട്ടിലിരുന്ന് ഉള്ളൊരു ക്രിസ്മസൊക്കെ ആക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ മദ്യപാനമൊന്നും ഇല്ലാത്ത നല്ലൊരു കൃപയുള്ള ക്രിസ്മസ് ആക്കി മാറ്റണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ, ഞാൻ എല്ലാ ക്രിസ്മസിനും ഓർപ്പിക്കാറുള്ളതാണ്. ചിലപ്പോൾ ഒരാളെയായിരിക്കും തൊടുന്നതേ, മതിയല്ലോ, കർത്താവിൻ്റെ അനുഗ്രഹമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞ ചൊല്ലി ക്രിസ്മസ് പാതിര കുർബാനയ്ക്കൊക്കെ പോകുന്നവർക്ക്, കുർബാന സംബന്ധിക്കുന്നവർക്ക് ക്രിസ്മസ് ഒരു നല്ലൊരു അനുഭവമാണ്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. ധ്യാനത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഇതൊരു അനുഭവമാകുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആ കുർബാനയ്ക്ക് നമുക്ക് നല്ലൊരു അനുഭവം കിട്ടാൻ വേണ്ടി നമുക്ക് ലോകമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങോട്ട് ഇന്ന് കുർബാനയ്ക്ക് പോകുന്നവർക്ക് വലിയൊരു അനുഭവം, ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഇത്രയും ആൾക്കാർ മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ. പിന്നെ നമ്മളിങ്ങനെ ചിലപ്പോൾ ടോക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് നമ്മൾ നടത്തുമെന്നുള്ള നേരത്തെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് ബ്ലെസ് ചെയ്യുമല്ലോ. അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാവരും സമാധാനത്തൊക്കെ നടക്കാൻ വേണ്ടി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇവിടെ അല്പം അവിടെ അല്പം. ഇതാണ് ഇപ്പോൾ തലക്കെട്ട്. ഏശയ്യ 28:13. ബുക്ക് ഐസയ്യ ചാപ്റ്റർ 28:13. കഴിഞ്ഞ ദിവസം ഏശയ്യ 28:10 പറഞ്ഞായിരുന്നു. ആ വചനം തന്നെ ഏശയ്യ 28:13 പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനാണ് ഇവിടെ അല്പം അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിലകപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ചട്ടത്തിലുമേ ചട്ടം അല്ലെ, ഒരു തമിഴ് അല്ലെ ആ രീതിയിൽ എന്ന് പറഞ്ഞത്. ആ വചനത്തിന് അതിൻ്റെ ബാക്കിയാണ് ശരിക്കും. ചില പിള്ളേരുണ്ട് കുറച്ച് അല്ല, ചിലപ്പോൾ ഞാനിങ്ങനെ പല കോണ്ടെക്സ്റ്റ് പറഞ്ഞു, അവിടെയും കുറച്ച് ചെയ്യും ഇവിടെയും കുറച്ച് ചെയ്യും അല്ലേ. അവിടെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക ഈ തോണ്ടി വെച്ചിരിച്ച് പോകുന്നത്. ചില പിള്ളേർ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും അങ്ങനെ ചിലപ്പോൾ പാരൻസ് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരു വചനത്തെക്കുറിച്ചാണ് സത്യത്തിലത്. ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞാൽ വചനത്തെ കുറച്ച് അവിടെ ഇവിടെ പറയാം. വഴിയും സത്യം ജീവനും ഞാനാകുന്നു. അതുപോലെ നിയമത്തെ അങ്ങനെ വചനമുണ്ട് ഈശോയെക്കുറിച്ച്, അങ്ങനെയൊക്കെ ഒരെണ്ണം അറിയാം. പിന്നെ എന്താ പറയണത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, അത് കേട്ടിട്ടുണ്ട് അതല്ലേ, ഈശോയെക്കുറിച്ചാണ്. അങ്ങനെ വചനത്തിൽ അവിടെ ഇവിടെയും കുറച്ചറിയാം. ബൈബിളിലുള്ള എല്ലാ പുസ്തകങ്ങളിലും ചില പുസ്തകങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, ചില പുസ്തകങ്ങൾ പേര് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇത് ബൈബിളിലുള്ളതാ എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ ചിന്ത. ചിലപ്പോൾ ധ്യാനം കൂടാൻ വരുന്നവർ പേജൊക്കെ മറിച്ച് തപ്പിയിട്ട് കിട്ടണ്ടേ. അങ്ങനെയാണ് ബൈബിൾ അവിടെ ഇവിടെയും കുറച്ചറിയാം. ഇവിടെ അല്പം അവിടെ അല്പം. അങ്ങനെ അവർ പോയി. എന്നെ സംബന്ധിച്ചറിയോ കേട്ടോ നിങ്ങൾ, പുറകോട്ട് മറിഞ്ഞ് വീണ് തകർന്നു എന്ന് പറഞ്ഞാൽ എന്താ? വചനമനുസരിച്ച് ബിസിനസ് ചെയ്താൽ അഭിവൃദ്ധി, വചനമനുസരിച്ച് ജോലി ചെയ്താൽ അഭിവൃദ്ധി, വചനമനുസരിച്ച് കൃഷി ചെയ്താൽ അഭിവൃദ്ധി, എല്ലാത്തിലും. അപ്പം എന്ത് ചെയ്യുന്നു? കുറേ നാളുകളും തകർന്ന് തരിപ്പണമായി കടബാധ്യതയും വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അല്ലേ. പുറകോട്ട് മറിഞ്ഞു വീണ് തകർന്നു. അത് ഈ സാമ്പത്തിക മേഖല മാത്രമല്ല, ലൈഫിൻ്റെ ഓരോ. ഇനി പുറകോട്ട് പറഞ്ഞു വരുന്നത് അങ്ങനെ വലയിലകപ്പെടുകയും ചെയ്യും. വലയിലകപ്പെടുക പറഞ്ഞാൽ പിശാചിന്റെ കെണി ചെന്ന് ചാടി, പാപത്തിൽ ചെന്ന് ചാടി. വചനം ഉണ്ടെങ്കിലല്ലേ പാപം ചെയ്യാതെ വിശുദ്ധ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ക്രിസ്മസ് ആണ് വചനം മാംസമായി അവതരിച്ച തിരുനാളാണ്. വചനം മാംസമായി അവതരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രിസ്മസോട് കൂടി നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണം അല്ലേ. വചനം എത്ര വായിച്ചാലും എത്ര പഠിച്ചാലും തീരെയല്ലല്ലോ, അലകടൽ പോലെ കിടക്കുമല്ലേ. അപ്പം അതുകൊണ്ട് അവിടെ അല്പം ഇവിടെ അല്പം അങ്ങനെയല്ല അല്ലേ. ഒരു നിറവ് വേണം നമുക്ക്. നാളെ ക്രിസ്മസിൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊക്കെ വളരെ മിനിമം ആയിരിക്കുള്ളൂ. അത് അവരെ നമ്മൾ ഓർക്കണം കേട്ടോ, അത് വേറെ വിഷയം. തീർച്ചയായിട്ടും നിങ്ങളെ ഈ ക്രിസ്മസ് അനുബന്ധിച്ച് ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിൽ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ വിചാരിച്ചു, ഒരു സമൃദ്ധിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ വചനത്തിൻ്റെ ഒരു നിറവ്, ഒരു സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വേണം അല്ലേ. വേണ്ടേ? യെസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ വിളിച്ചായിരുന്നു എന്ന്, കുഞ്ഞുങ്ങളെ വേഗം ഓടി വായോ,
ഇന്ന് വലിയ വലിയ വിഷയങ്ങളാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആണ്. വേഗം പറയും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാം. ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ വലിയ ദൈവകൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കുന്ന കർത്താവ്, വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവ്. കർത്താവായ ദൈവമേ, ക്രിസ്മസിന് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവായ ദൈവമേ, ക്രിസ്മസിന്റെ ഒരു ഒരുക്കത്തിനുള്ള ആശീർവാദമായി ഇത് പരിണമിക്കട്ടെ എന്ന് യോഗത്തിൽ ആശീർവദിക്കുക. കർത്താവെ, ദേവാലയത്തിൽ പോകാനൊക്കെ ഉള്ള തടസ്സങ്ങളെ വിട്ടുപോട്ടെ കർത്താവെ. നാളത്തെ ദിവസം സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമായി മാറുന്നതിന് വേണ്ടി ആശീർവദിക്കുക. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കർത്താവ് അപകടങ്ങൾ അനർത്ഥങ്ങളും എല്ലാം ഒഴിഞ്ഞു പോട്ടെ കർത്താവ്. വലിയ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവ് ദൈവമേ, ക്രിസ്മസ് കുർബാനെ സംബന്ധിക്കുന്നവർക്കെല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ പ്രതി ആശീർവദിക്കുക. കുഞ്ഞുങ്ങളെല്ലാം പ്രതി ആശീർവദിക്കുക. കർത്താവ് ഇവരുണ്ടാക്കിയ ചെറിയ പുൽക്കൂടുകളൊക്കെ സ്വർഗം പ്രത്യേകം പരിഗണിക്കട്ടെ കർത്താവ്. വിശുദ്ധ കുരിശിനാൽ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.